Welcome to Paper 3 Optics, Semester 6 BSc Physics Main, 45th lecture, Laser. Today's topic is Semiconductor Laser and Einstein's Coefficients. Semiconductor Laser and Einstein Coefficients. So at first we can see what is semiconductor laser. So we are studying laser. Within this time we have studied 3 types of laser. The first one is the ruby laser. The second one is the helium neon gas laser. The third one is the dye laser. And the fourth one is a semiconductor laser. Semiconductor laser. And this can be asked as a short answer, a repeated question. And you see the diagram of the semiconductor. നമ്മളിവിടെ ഒരു ഡയഗ്രം വരച്ചിരിക്കുകയാണ്. അതായത് ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിൽ വരച്ചിരിക്കുകയാണ്, ഒരു തീപ്പെട്ടി ഷേപ്പ് നിങ്ങളെ പറയാം, ഒരു മാച്ച് ബോക്സ് ഷേപ്പിൽ വരച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ആ നടുക്കൊരു ലെയർ നോക്കുക, അത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നടുക്കൊരു ലെയർ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഈ സാധനം ഒരു പി ജംഗ്ഷനാണ്. മുകളിൽ പി സെക്ഷൻ, താഴെ ഇൻ സെക്ഷനാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, പി സെക്ഷൻ താഴെ ഇൻ സെക്ഷനാണ്. ഒരു വയർ നടുക്കൂടി പാസ് ചെയ്യുന്നുണ്ട്. കറണ്ട് ഒരു വയർ ആ സീൽ പി ടൈപ്പിലൂടെ കടത്തി താഴോട്ട് പോകുന്നുണ്ട് വയർ. പിന്നെ ഇവിടെ സി ആണ്, സി കാഥോഡ് ആനോഡായിട്ട് വരും, താഴെ ആനോഡായിട്ട് വരും, സി കാഥോഡ്. ഇടയ്ക്കാണ് ഒരു സെമി കണ്ടക്ടർ വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ലേസർ സൈഡിലേക്ക് വരുന്ന കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പുറത്ത് നമ്മൾ ലേസർ കാണിക്കുന്നില്ല, കാരണം ഒരു ആർ എസ് കാണിച്ചിട്ടുണ്ട്. ആർ എസ് എന്ന് പറഞ്ഞാൽ അത് റഫ് ആൻഡ് സർഫസ് ആണ്. റഫ് ആൻഡ് സർഫസ്, അതിലൂടെ ലേസർ ഇങ്ങോട്ട് വരത്തില്ല. ലേസർ ആ ഒരു പോളിഷ്ഡ് ആ റൈറ്റ് സൈഡിലൂടെ ലേസർ നമ്മൾ കാണിക്കുന്നത്. പിന്നെ ഒരു ആക്റ്റീവ് മീഡിയം, സെമി കണ്ടക്ടർ ആക്റ്റീവ് മീഡിയം, അത് ഈ കാഥോഡിൻ്റെ ആനോഡിൻ്റെ അല്ലെങ്കിൽ ഈ പി സെമി കണ്ടക്ടറിൻ്റെ സെമി കണ്ടക്ടർ ഇടയ്ക്ക് ഒരു ആക്റ്റീവ് മീഡിയം വെച്ചിട്ടുണ്ട്. സോ സി is cathode, RF is rough and surface. That is written here. C is a contact. Yes, C is a contact plate ആണ്, contact plate. The light energy emitted by LED is spontaneous. That is not coherent. If the current level flowing through LED, example gallium arsenide or gallium arsenide phosphide, is increased beyond the threshold value. നമ്മുടെ LED പ്രിൻസിപ്പിളാണ് ഈ സെമി കണ്ടക്ടർ ലേസറിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. LED പ്രിൻസിപ്പിൾ. LED നിങ്ങൾക്കറിയാമല്ലോ, LED എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്നതാണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അത് ഗാലിയം ആഴ്സനൈഡ് അല്ലെങ്കിൽ ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ് പോലെയുള്ള സെമി കണ്ടക്ടേഴ്സ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അല്ലാതെ ജെർമേനിയം സിലിക്കൺ പോലെയുള്ള സെമി കണ്ടക്ടേഴ്സ് കൊണ്ടല്ല LED നിർമ്മിക്കുന്നത്. LED മെറ്റീരിയലിൻ്റെ ഒരു എക്സാമ്പിളാണ് ഗാലിയം ആഴ്സനൈഡ് ഫോസ്ഫൈഡ്. അപ്പോൾ അത് ട്രാൻസ്പെറൻറ്റ് സെമി കണ്ടക്ടറാണ്. അതിനകത്ത് നമ്മൾ കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ ലൈറ്റ് എമിറ്റ് ചെയ്യും. സാധാരണ സെമി കണ്ടക്ടേഴ്സ് എന്താണ് ചെയ്യുന്നത്? സാധാരണ സെമി കണ്ടക്ടേഴ്സ് അതിനകത്ത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് ചൂടാണ് ഉണ്ടാകുന്നത്. അത് പിന്നെ ട്രാൻസ്പെറൻ്റ് അല്ല. എന്നാൽ LED പ്രത്യേകത, ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം, കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം അത് ലൈറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന LED തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വ്യത്യാസം, LED ലൈറ്റ് അത് ഒരു പ്രത്യേക വേവ് ലെങ്താണ്. അത് ലേസറല്ല, അതൊരു കണ്ടിന്യൂസ് ടൈപ്പ് വേവ് ലെങ്താണ്, ലേസറല്ല. എന്നാൽ ആ LED കറണ്ട് നമ്മളൊരു പ്രത്യേക ലെവലിന് മുകളിലാക്കിയാൽ, ആ ലെവലിലെ ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയാം, ത്രെഷോൾഡ് വാല്യൂ അതിന് മുകളിലാക്കിയാൽ പിന്നെ പുറത്തേക്ക് വരുന്ന ലേസറായിരിക്കും. അപ്പോൾ കറണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. കറണ്ട് താഴെയാണെങ്കിൽ ഈ കാണുന്ന സെമി കണ്ടക്ടർ ലേസർ ഡയോഡ് സാധാരണ ലൈറ്റ് പുറത്തേക്ക് വിടും, LED പോലെ.
ഒരു പ്രത്യേക കറണ്ട് വാല്യൂ മുകളിലാണെങ്കിൽ പിന്നീട് പുറത്തേക്ക് വരുന്നത് ലേസറായിരിക്കും. അപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം. ദ ലൈറ്റ് എനർജി എമിറ്റഡ് ബൈ LED ഈസ് സ്പോണ്ടേനിയസ്, തനിയെ പുറത്തേക്ക് വരുന്നതാണ്, നോട്ട് കൊഹറന്റ്. അത് കൊഹറന്റ് അല്ല. ഇഫ് ദി കറണ്ട് ലെവൽ പാസിംഗ് ത്രൂ LED, example GAS or GASP, is increased beyond the threshold value, lasing action takes place and it emits laser. Figure shows the basic structure of a semiconductor laser. A pair of parallel plates are cleaved. അത് നന്നായിട്ട് മുറിച്ചെടുക്കും, മെച്ചപ്പെടുത്തിയെടുക്കും. ക്ലീവ്ഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി ജംഗ്ഷൻ. ദ റിമൈനിങ് സൈഡ്സ് ഓഫ് ദി ഡയോഡ് ആർ റഫൻഡ് ടു എലിമിനേറ്റ് ലേസിംഗ് ആക്ഷൻ other than the main direction. The structure is then called Fabry-Perot cavity. അപ്പോൾ രണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയലിനകത്ത് നമ്മൾ ഈ ആക്റ്റീവ് മീഡിയം വെച്ചിരിക്കും. പിന്നെ ഇത്തരം ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ Fabry-Perot cavity എന്ന് പറയും. Fabry-Perot cavity, അത് പെറോട്ടോ എന്നാണ് എഴുതുന്നത്. പെറോട്ടോ PROT എന്നിട്ട് പെറോ എന്ന് വായിക്കും. Fabry-Perot cavity എന്ന് പറയും. So you will hear figure shows the basic structure of semiconductor laser. The pair of parallel plates, മുകളിൽ താഴെ പ്ലേറ്റ് ആണ്, ആർ ക്ലീവ്ഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി ജംഗ്ഷൻ. ദ റിമൈനിങ് സൈഡ്സ് ഓഫ് ദി ഡയോഡ് ആർ റഫൻഡ്. ഇപ്പോൾ ലേസർ വരാൻ ഒരു സൈഡ് മറ്റേ സൈഡ് റഫൻ ചെയ്തിരിക്കും, ലേസർ റിഫ്ലക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി. ടു എലിമിനേറ്റ് ലേസിംഗ് ആക്ഷൻ other than the main direction. The structure is then called Fabry-Perot cavity. അപ്പോൾ രണ്ട് മെറ്റാലിക് പ്ലേറ്റ് ഇടയ്ക്കാണ് ഈ GASP പോലെയുള്ള സെമി കണ്ടക്ടർ മീഡിയം നമ്മൾ വെക്കുക. Initially, at a low current, there is incoherent emission of radiation. ഇപ്പോൾ കറണ്ട് ലെവല് കുറവാണെങ്കിൽ ഇൻകൊഹറൻറ്റ് എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ്. എന്ന് പറഞ്ഞ കാര്യമായ ലൈറ്റില്ല, സാധാരണ LED പോലെ പ്രവർത്തിക്കുന്നതാണ്. As the bias current is increased, threshold current is reached and laser is emitted. ഇപ്പോൾ കറണ്ട് ലെവൽ കൂട്ടണം, ഒരു ത്രഷോൾഡ് വാല്യൂ ഉണ്ട്. ആ ത്രഷോൾഡ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ ഉടൻ ലേസർ ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ കറണ്ട് ലെവൽ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ ലേസറാക്കി മാറ്റുന്നത്. കറണ്ട് ലെവൽ ഒരു പ്രത്യേക വാല്യൂ താഴെയാണെങ്കിൽ ലേസർ ഇല്ല, സാധാരണ ലൈറ്റ് സ്പോണ്ടേനിയസ് എമിഷൻ. കറണ്ട് ലെവല് ഒരു പ്രത്യേക വാല്യൂ കടന്നാൽ പിന്നെ സ്റ്റിമുലേറ്റഡ് ആണ്, ലേസർ എമിറ്റ് ചെയ്യും. The advantages of the laser, this laser are, it is compact, it is efficient, it can be fabricated with ease. That's all. അതായത് ഇതിൻ്റെ ഈ സെമി കണ്ടക്ടർ ലേസറിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് കോമ്പാക്ട്, വളരെ പിന്നെ ഒതുക്കമുള്ള സാധനമാണ്, നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാം. ഇപ്പോൾ നമ്മൾ ഈ പിന്നെ സാറന്മാർ പഠിപ്പിക്കുമ്പോൾ ബോർഡിലേക്കൊക്കെ പോയിന്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു ലേസർ ബീം, റെഡ് സ്പോട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് ഇത്തരം സെമി കണ്ടക്ടർ ലേസറാണ്. ഒരു പെൻ ടൈപ്പ് മോഡൽ കിട്ടും, പെൻ ടൈപ്പ്. അത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പോട്ട്, ഒരു റെഡ് സ്പോട്ട് അല്ലെങ്കിൽ ഒരു പിങ്ക് സ്പോട്ട് ഈ ബോർഡിൽ കാണാൻ പറ്റും. അങ്ങനെ സാറന്മാർക്കത് പിന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അത്തരം ലേസർ പിന്നെ തുളച്ചു പോകാനുള്ള കഴിവൊന്നുമില്ല. അതൊരു എനർജി കുറവുള്ള ലേസർ ബീമാണ്. അത്തരം ബീമിനെ നമ്മൾ സെമി കണ്ടക്ടർ ലേസർ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് കോമ്പാക്ട്, വളരെ ഒതുക്കമുണ്ട്. കാരണം ഈ ഒരു പേന പോലെ ഇരിക്കുന്ന സാധനമാണ്. ഇറ്റ് ഈസ് എഫിഷ്യൻറ്റ്, വളരെ
നല്ല എഫിഷ്യൻസി ഉള്ള ഒരു ഡിവൈസാണ്. ഇറ്റ് ക്യാൻ ബി ഫാബ്രിക്കേറ്റഡ് വിത്ത് ഈസ്. അത് നിർമ്മിക്കുന്നതിന് വലിയ പ്രയാസവുമില്ല. ഒരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ എ സെമി കണ്ടക്ടർ ലേസർ. അപ്പോൾ ലേസർ നമ്മൾ പ്രധാനപ്പെട്ട നാളിനെ പഠിച്ചു കഴിഞ്ഞു. ഇനി ലേസർ പഠിക്കാനില്ല, ഇനി കുറേ റിലേറ്റഡ് ടോപ്പിക്കാണ്. ലേസറിലെ കുറച്ച് റിലേറ്റഡ് ടോപ്പിക്. അടുത്ത ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസർ, ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ്. അപ്പോൾ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ആ 3 ഇൻട്രാക്ഷൻസ്, നമ്മൾ ക്ലാസ് തുടങ്ങിയ 3 ഇൻട്രാക്ഷൻ തുടങ്ങിയത്, ആ 3 ഇൻട്രാക്ഷൻ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ 3 ഇൻട്രാക്ഷൻ നമ്മൾ ഒരു ഡിഫറൻറ്റ് ഡയഗ്രത്തിൽ നമ്മൾ കാണിച്ചിരിക്കുകയാണ്. ബിഫോർ ഇൻട്രാക്ഷൻ, ആഫ്റ്റർ ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ ബിഫോർ അബ്സോർപ്ഷൻ, ആഫ്റ്റർ അബ്സോർപ്ഷൻ എന്നുള്ള പടം കാണിക്കാതെ നമ്മൾ അബ്സോർപ്ഷൻ മാത്രമായിട്ട് കാണിക്കുക, ബിഫോർ ആഫ്റ്റർ കാണിക്കുന്നില്ല. അപ്പോൾ ഒരു ആറ്റം ഗ്രൗണ്ട് ലെവലിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു ഫോട്ടോൺ വന്നിട്ട് ആ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റം അബ്സോർവ് ചെയ്തിട്ട് ഈ ആറ്റം മുകളിലോട്ട് പോകുന്നതാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. ദി പ്രോബബിൾ റേറ്റ് of occurrence, OCCURR, ENC, occurrence of absorption transition from, ഇതായിരിക്കുന്നത് the probable rate of occurrence of absorption transition from a state to the from a state to a state, from a state to a state, state 1 to state 2 ആണ്. state 1 to state 2 or state G, state 2 depends on the properties of states 1 and 2, of states 1 and state 2. And this probability is proportional to the energy density of the ഇൻസിഡൻറ്റ് ഫോട്ടോൺസ്. പ്രോബിലിറ്റി, അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റിലേക്ക് ഈ ആറ്റം ജമ്പ് ചെയ്യാനുള്ള പ്രോബിലിറ്റി അത് ഡിപ്പെൻഡ് ചെയ്ത് എനർജി ഡെൻസിറ്റിയാണ്. എനർജി ഡെൻസിറ്റികൾ എത്ര ആറ്റംസ് ഉണ്ട് അതിനെ ആശ്രയിക്കും. എനർജി ഡെൻസിറ്റി ഓഫ് ആറ്റമിലെ ഫോട്ടോൺസ്, എത്ര ഫോട്ടോൺ ഇൻസിഡൻ്റ് ആകും, ആ ഫോട്ടോണിൻ്റെ എണ്ണത്തെയാണ് ഈ ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് ആറ്റംസ് അബ്സോർവ് ചെയ്ത് പോകാനുള്ള സാധ്യത. ദാറ്റ് ഈസ് പ്രോബിലിറ്റി P12. ഒരു സ്റ്റേറ്റിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് ആറ്റംസ് ജമ്പ് ചെയ്യാൻ, ഫോട്ടോൺ അബ്സോർബ് ചെയ്തിട്ട് ആറ്റംസ് ജമ്പ് ചെയ്യാനുള്ള സാധ്യത, ആറ്റമുകൾക്ക് ട്രാൻസിഷൻ ഉണ്ടാകാനുള്ള സാധ്യത P12. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ യുനു എന്ന് പറയും. വേർ P12 ഈസ് ദ പ്രോബിലിറ്റി ഓഫ് അബ്സോർപ്ഷൻ ആൻഡ് യുനു ഈസ് ദ എനർജി ഡെൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ഫോട്ടോൺ. അപ്പം യുനു ഇൻസിഡൻറ്റ് ഫോട്ടോൺസിൻ്റെ എനർജി ഡെൻസിറ്റിയാണ്, പിന്നെ P12 പ്രോബിലിറ്റിയാണ് ഈ ലോവർ 1 സ്റ്റേറ്റിൽ നിന്ന് 2ലേക്ക് ഈ ആറ്റംസ് പോകാനുള്ള പ്രോബിലിറ്റി. ദാറ്റ് പ്രോബിലിറ്റി വി ക്യാൻ റൈറ്റ് ആസ് ആൻ ഇക്വേഷൻ. ദാറ്റ് ഈസ് P12 ഈസ് ഈക്വൽ ടു B12, ക്യാപിറ്റൽ B12 യുനു, ഇക്വേഷൻ നമ്പർ 1. Now B12 ഈസ് കോൾഡ് ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ റേഡിയേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുത്താൽ, ഏത് ഇക്വേഷനാണ് P12 ഈസ് ഈക്വൽ ടു B12 യുനു എന്ന് കൊടുത്താൽ, ആ B12നെ വിളിക്കുന്ന പേരാണ് B12, ആ കോൺസ്റ്റന്റ്, അതിനെ വിളിക്കുന്ന പേരാണ് ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ. ഇത് നമ്മൾ കാണിക്കുന്നത് സ്പോണ്ടേനിയസ് എമിഷനാണ്. ദ പ്രോബിലിറ്റി ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ. അപ്പോൾ സ്പോണ്ടേനിയസ് എമിഷൻ കാണിച്ചിരിക്കുന്നത് മുകളിലത്തെ സ്റ്റേറ്റിൽ നിന്ന് ആ E2 നിന്ന് E1ലേക്ക്, 2ൽ നിന്ന് 1ലേക്ക്, 2ലാണ് ആറ്റം ഇരിക്കുന്നത്, അത് താഴോട്ട് വീഴുമ്പോൾ hν എനർജി ഉള്ള ഫോട്ടോൺ എമിറ്റ്. ദ പ്രോബിലിറ്റി ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഫ്രം എ സ്റ്റേറ്റ് 2 to a state 1 ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനർജി ഡെൻസിറ്റി ഓഫ് ഫോട്ടോൺസ്. സോ ഇറ്റ് ഈസ് റിട്ടൺ ആസ്. ഇപ്പോൾ മുമ്പത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹയർ സ്റ്റേറ്റിൽ നിന്ന് ലോവറിലേക്ക് ഈ ആറ്റംസ് ജമ്പ് ചെയ്യുമ്പോൾ അവിടെ ഫോട്ടോ ഡെൻസിറ്റി ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് പറയാൻ പറ്റും നമുക്ക് P21 സ്പോണ്ടേനിയസ്,
സ്പോണ്ടേനിയസ് അല്ല വീഴുന്നത്. പ്രോബിലിറ്റി 2:1 P21 സ്പോണ്ടേനിയസ് ഇസിക്കൽ 8:1 എന്ന് മാത്രം എഴുതിയാൽ മതി, അല്ലാതെ യു വേണ്ട. ഇക്വേഷൻ നമ്പർ 2. Now A21 is called Einstein's coefficient of spontaneous emission of radiation. A21 വിളിക്കുന്ന പേര് രണ്ടാമത്തെ ഐൻസ്റ്റൈൻസ് കോഎഫിഷ്യന്റ് ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്ന് വിളിക്കും. ഇനിയാണ് നമ്മൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ്റെ കാര്യം പറയുന്നത്. മൂന്നാമത്തെ കേസ്, ഓർമ്മയുണ്ടല്ലോ, സ്റ്റിമുലേറ്റഡ് എമിഷൻ, ആറ്റം ഓൾറെഡി എക്സൈറ്റഡ് ആൻഡ് incident photon is coming, it will stimulate, then 2 photons. 2 photons നമ്മൾ കാണിച്ചു തരാം. രണ്ടല്ല, നമ്മൾ പറഞ്ഞു 2000 ഇല്ല 2 ലക്ഷം ഇല്ലെന്ന് പറഞ്ഞില്ലേ, എത്ര വേണമെങ്കിലും ഉണ്ടാകാം. Stimulated emission. The probability of stimulated emission is proportional to energy density u nu of the incident photon. So it can be written that. അപ്പോൾ ഇവിടെ ഈ അബ്സോർഷൻ പോലെ സ്റ്റിമുലേറ്റഡ് എമിഷനും എനർജി ഡെൻസിറ്റി ആശ്രയിക്കും. അബ്സോർഷൻ പോലെ, ദാറ്റ് ഈസ് P21 സ്റ്റിമുലേറ്റഡ് പ്രൊപ്പോർഷണൽ യു നു, ദാറ്റ് ഈസ് P21 സ്റ്റിമുലേറ്റഡ് ഈസ് ഈക്വൽ ടു B21 U2 യു B21 യു നു. Now B21 is called Einstein's coefficient of stimulated emission. B21 is called Einstein's coefficient of stimulated emission. എമിഷൻ ഇങ്ങോട്ട് മാറ്റി എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. B21 is called Einstein's coefficient of stimulated emission. അപ്പം നമ്മളൊരു 3 കോൺസ്റ്റൻ്റ് ആണ് ഈ 3 കേസിൽ പറഞ്ഞത്. A12, A21, B21 അല്ല 3 കോൺസ്റ്റൻ്റ്. The total probability for an atom in stage 2 to drop to stage 1 is given by P21 is equal to P21 spontaneous plus P21 stimulated. The total probability for an atom in stage 2 to drop to state 2 to drop to state 2 is given by state 2 to drop to state 1 is given by P21 is equal to P21 spontaneous plus P21 stimulated. And we write P21 is equal to A21 plus B21 U nu. Now what is coming? Here B21 is also Einstein's coefficient. അപ്പോൾ 3 ഐൻസ്റ്റൈൻസ് കോഎഫിഷ്യൻ്റ് നമ്മൾ പറഞ്ഞത് B12, A21, B21, 3 ഐൻസ്റ്റൈൻസ് കോഎഫിഷ്യൻ്റ്. So relation between Einstein's coefficients B12, A21 and B21 are Einstein's coefficients. So what are Einstein's coefficients? They are B12, B21 and they are B12, A21 and B21. They are called Einstein's coefficients. It can be shown that B21 is B12 and A21 by B21 proportional nu cubed. B21 is B12 and A21 by B21 proportional nu cubed, and also u nu is A21 by B21 into e raised to h nu by kt minus 1. U nu is A21 by B21 into e raised to h nu by kt minus 1. These 3 equations are called Einstein's equations. These 3 equations are 1, 2, 3. Okay, 1, 2, 3 equations. B21 is B12. Number 2, A21 by B21 proportionally cubed. Number 3, U nu equal to A21 by B21 into e raised to h nu by kt minus 1. These 3 equations are called Einstein's equations. So the question may be like this: what are Einstein's coefficients? You have to write all this. Or what are the Einstein's equations? We have to write all this.
Then there is another topic, that is line shape functions. And to study the line shape function, you need a little bit of high memory. അപ്പോൾ അടുത്ത നമുക്ക് ലൈൻ ഷേപ്പ് ഫംഗ്ഷനാണ്. ഒരു എക്സാമിനേഷൻ എഴുതാൻ വേണ്ട രീതിയിൽ, എഴുതാൻ പറ്റിയ രീതിയിൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് ഏതെങ്കിലും ബുക്ക് നോക്കിയാൽ കാണാം. പക്ഷെ അത്രയും നിങ്ങൾ പഠിക്കാൻ പാടായിരിക്കും. ഇതിന് അല്പം പ്രയാസമായിരിക്കും. ഒരു മെമ്മറി ടെസ്റ്റ് കൂടിയാണ്. നമ്മുടെ ഒരു മെമ്മറി ടെസ്റ്റാണ് ഈ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്, അതുകൊണ്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് മെൻഷൻ ദ സിലബസ്. അപ്പോൾ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ്റെ പടം ആദ്യം നോക്കുക. നമ്മൾ എക്സ് ആക്സിസ്, വൈ ആക്സിസ് ശ്രദ്ധിക്കുക. എക്സ് ആക്സിൽ ഒമേഗ മൈനസ് ഒമേഗ 0 ബൈ ഡെൽറ്റ ഒമേഗ 0 ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിൽ ഒമേഗ മൈനസ് ഒമേഗ 0 ഡെൽറ്റ ഒമേഗ 0. വൈ ആക്സിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? വൈ ആക്സിൽ ജി ഒമേഗ മൈനസ് ഒമേഗ 0 ഡെൽറ്റ ഒമേഗ 0. ജി ഓഫ് ഒമേഗ 0 ഒമേഗ മൈനസ് ഒമേഗ 0 ഡെൽറ്റ ഒമേഗ 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് വൈ ആക്സിൽ ജി ഒരു ഫംഗ്ഷനാണത്. ഈ ഒന്നാമത് കാണിക്കുന്ന ഗ്രാഫ് ഉണ്ടല്ലോ, ആ പൊക്കം കൂടിയ ഗ്രാഫ്, നമ്മുടെ റെസ്പോൺസ് കർവിൽ വരക്കത്തില്ലേ, റെസ്പോൺസ് കർവ് പോലെ വരക്കാറുണ്ടല്ലോ, അതിനെ നമ്മൾ ഗോഷ്യൻ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയും. ഗോഷ്യൻ അവിടെ എഴുതിയിട്ടുണ്ട്, GIUSSIAN, ഗോഷ്യൻ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയും. അതിന് നടുക്കിൽ വര വരച്ചിട്ടുണ്ട്. നടുക്ക് അതിൻ്റെ പകുതിക്ക് വെച്ചൊരു 2 വെർട്ടിക്കൽ ലൈനും വരച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇടയ്ക്ക് എഴുതിയിരിക്കുന്നത് FWHM എന്നാണ്. FWHM ഫുൾ ഫോം ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം എന്നാണ്. ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം, അല്ലെങ്കിൽ അതിനെ ഹാഫ് ആംഗുലാർ വിഡ്ത്ത് എന്ന് പറയും. ഹാഫ് ആംഗുലാർ വിഡ്ത്ത് അത് ശരിക്കും നമ്മൾ പഠിക്കുന്നത് ഈ ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷനാണ്. ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷനിൽ നമ്മൾ ഹാഫ് ആംഗുലാർ വിഡ്ത്ത് പഠിക്കുന്നുണ്ട്. സിംഗിൾ സ്ലിറ്റ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ. ആ സംഖ്യ തന്നെയാണ് ഇവിടെ പറയുന്നത്, ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം. അപ്പോൾ ഒരു കർവ് താഴെ ഒരു പൊക്കം കുറഞ്ഞൊരു കർവ് വരച്ചിട്ടുണ്ട്. ആ കർവിനെ വിളിക്കുന്ന പേര് ലോറൻഷ്യൻ എന്ന് പറയും. ലോറൻഷ്യൻ കർവാണ്. ലോറൻഷ്യൻ ലൈൻ ഷേപ്പ് ഫംഗ്ഷനാണ്. LORENTZIAN ലോറൻഷ്യൻ എന്ന് പറയും. LORENTZIAN ലോറൻഷ്യൻ. അപ്പോൾ 2 ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ ഉള്ളത്. ഒന്ന് ഗോഷ്യൻ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ, രണ്ടാമത്തത് ലോറൻഷ്യൻ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ. അപ്പോൾ ആ ഗോഷ്യൻ്റെ പകുതി വെച്ചിട്ട് നമ്മൾ ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം FWHM മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ലൈൻ ഫംഗ്ഷൻ? പടം വരയ്ക്കാൻ ആദ്യം പഠിക്കുക, അതിന് മാർക്ക് കിട്ടും. എന്താണ് ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ നോക്കുക. എ ഫംഗ്ഷൻ ഡിഫൈൻഡ് by the equation g omega is equal to 2 by delta omega into log 2 to the by c, log 2 to the by c by pi raised to half e raised to e raised to 4 log 2 to the by c omega minus omega 21 by delta omega square the whole square. Omega minus omega 21 the square by delta omega square closing the bracket. That is equation number 1. അപ്പോൾ അതാണ് ഒരു ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ ഡിഫൈൻ വിത്ത് ഇക്വേഷൻ വേർ ഈ ഫംഗ്ഷനകത്ത് ഒരു വില ഉണ്ട്. വേർ ഡെൽറ്റ ഒമേഗ ഈസ് 2 omega 21 2 omega 21 2 kt by mc square 2 kt by mc square log 2 to the by c raised to half is called the line shape function. ഈ ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പോലെ ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ വൈ ആക്സിൽ ഈ ജി ഒമേഗ മൈനസ് ഒമേഗ 0 ഡെൽറ്റ ഒമേഗ 0 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന കർവ്. ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ FWHM means full width and half maximum.
In this function, m represents, എവിടെയാണ് m വന്നിരിക്കുന്നത് നോക്കി. m ഇവിടെ താഴെയാണ് 2kt by mc square എന്നുണ്ട് കേട്ടോ. ഡെൽറ്റ ഒമേഗ ഈസ് 2 omega 2 by 2kt by mc square log 2 to the base raised to half. In this function, m represents mass of the atom. c, അപ്പോൾ ആ ഫംഗ്ഷനകത്തുള്ള ഓരോ ടൈം എക്സ്പ്ലെയിൻ ചെയ്യണം. ഫംഗ്ഷനിലേക്ക് തിരികെ പോയി നോക്കാം. c speed of light in free space, T absolute temperature, K Boltzmann's constant, and our delta omega is the line width or FWHM, full width to half maximum. The line shape function represented by equation number 1, ആ ഒന്നാമത്തെ ഇക്വേഷൻ കാണിക്കുന്നത് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത്, is called Gaussian line shape function. Another line shape function known as Lorentzian line shape function is represented by the equation g omega is equal to 2 by pi delta omega into 1 by 1 plus 4 omega minus omega 0 square delta omega square. Equation number 2. This represents the Lorentzian line shape function where line width delta omega equal to 2 by tau 0. Here tau 0 is the mean lifetime between two collisions. The line shape function g omega determines the threshold population inversion. Various line broadening mechanisms such as Doppler broadening and homogeneous line broadening are explained using these line shape functions. അപ്പോൾ എന്താണ് ലൈൻ ഷേപ്പ് ഫംഗ്ഷൻ്റെ പർപ്പസ്? ഈ സ്പെക്ട്രൽ ലൈൻ, ലേസർ ലൈൻ, അതിന് ചില ലൈൻ ബ്രോഡണിങ്, ഈ ലൈനിൻ്റെ വീതി കൂടുന്ന ലൈൻ ബ്രോഡണിങ് മെക്കാനിസം ഉണ്ട്. അവയെ പറയുന്ന പേരാണ് ഹോമോജീനിയസ് ലൈൻ ബ്രോഡണിങ്, അതേപോലെ ഡോപ്ലർ ലൈൻ ബ്രോഡണിങ് പറയും. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ലൈൻ ഷേപ്പ് ഫങ്ഷൻസ് വേണ്ടി വരും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഞാനിവിടെ ക്വസ്റ്റ്യൻ പ്രത്യേകം എഴുതിയിട്ടില്ല, ഓർത്താൽ മതി. വാട്ട് ആർ ലൈൻ ഷേപ്പ് ഫങ്ഷൻസ്, ഗിവ് ദർ ഇക്വേഷൻസ് ആൻഡ് ഡ്രോ ദ ഫിഗേഴ്സ്. അല്ല ചോദിക്കാം, വാട്ട് ഈസ് ഗോഷ്യൻ ലൈൻ ഷേപ്പ് ഫങ്ഷൻ, ഗിവ് ഇറ്റ്സ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. What is Lorentzian line shape function, give its equation. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക അല്പം പ്രയാസമല്ല. അപ്പോൾ ഒന്ന് മെമ്മറി ടെസ്റ്റ് ഒന്ന് പഠിച്ചിട്ടൊന്ന് കാണാൻ എഴുതി നോക്കണം, പഠനം പഠിച്ച് നോക്കണം. അങ്ങനെ എഴുതിയിട്ട് പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ എഴുതാൻ പറ്റും. And that is all with this 45th lecture on optics. Thank you very much.